ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. ഇത് 2 ദിവസത്തെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം ഫസ്റ്റ് ഡേ എനിക്ക് അങ്ങനെ ഫുള്ള് വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല. അപ്പോൾ ഞാൻ കരുതി ഇനി വേറൊരു ദിവസത്തും കൂടി ഇൻക്ലൂഡ് ചെയ്യാമെന്ന്. ആദ്യത്തെ ദിവസം എന്ന് പറയുന്നത് നമ്മളെ പെരുന്നാളിൻ്റെ അന്നാണ് കേട്ടോ. പെരുന്നാളിന് പിന്നെ ഞങ്ങൾ അതിരാവിലെ ഒന്നും എണീറ്റിട്ടില്ലായിരുന്നു, കുറച്ച് വൈകിട്ടുണ്ടായിരുന്നു. അതായത് സാധാരണ നമ്മൾ പെരുന്നാൾക്കൊക്കെ അതിരാവിലെ എണീറ്റും അങ്ങനെ ഉണ്ടാക്കാറാണല്ലോ. പക്ഷേ ഇപ്രാവശ്യം നമുക്ക് അങ്ങനെയൊന്നും പറ്റിയില്ല. കാരണം തലേന്ന് ഞങ്ങൾ സാധനങ്ങളൊക്കെ വാങ്ങാൻ പോയപ്പോൾ തന്നെ ഇമ്മാക്ക് തലവേദന, ഛർദി അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിലേക്കാണ് പിന്നെ അങ്ങോട്ട് പോയത്, നേരിട്ട് പോയത്. അപ്പോഴാണ് BP കൂടുതലാണെന്ന് അറിഞ്ഞത്. പിന്നെ ഞങ്ങൾ ഇവിടെ എത്തിയപ്പോൾ കുറച്ച് നേരമൊക്കെ വൈകി. അങ്ങനെ ഞങ്ങൾ ഉറങ്ങാനൊക്കെ വൈകി. ഇമ്മ ഇവിടെ ചിക്കൻ ഫ്രൈ ചെയ്യാൻ അതൊക്കെ ഓൾറെഡി മസാലയൊക്കെ കൂട്ടി വെച്ചിട്ടുണ്ട്. പിന്നെ അമ്മമ്മ ഇവിടെ ഉള്ളികളും അങ്ങനത്തെ ഒക്കെ പൊളിച്ച് വെക്കുന്നുണ്ട്. പിന്നെ മന്തിയിലേക്കുള്ള ചിക്കനും കൂട്ടി വെച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ കോളിഫ്ലവർ ഉമ്മ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നേരം വെളുത്തിട്ടും നന്നായിട്ട് കോടയൊക്കെ മൂടിയിട്ട് നിൽക്കുന്നുണ്ട്. അത് രാവിലെ ആണെങ്കിൽ ഇതിലേറെ കോട ഉണ്ടായിരിക്കും. കോഴികളൊക്കെ വിടാൻ സമയമായിട്ടുണ്ട്. പിന്നെ ഈ ഒരു സമയമായി കഴിഞ്ഞാൽ ഭയങ്കര ഒച്ചപ്പാടും ബഹളമായിരിക്കും. ഏതായാലും ഞാനൊരു മുട്ട കണ്ടിട്ടുണ്ട്, ഏത് കോഴിൻ്റെയാണെന്നൊന്നും അറിയില്ല. കോഴികളൊക്കെ വിട്ട് ഞാൻ അടുക്കളയിൽ ചെന്ന് നോക്കുമ്പോൾ ഇമ്മ ഇവിടെ കോളിഫ്ലവർക്കുള്ള മസാല കൂട്ടുന്നുണ്ട്. പിന്നെ മന്തിയിലേക്കുള്ള അരി അളന്നെടുക്കുന്നുണ്ട്. പിന്നെ താത്തയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഉള്ളികളൊക്കെ കഴുകിയെടുക്കുകയാണ്. ഇന്ന് ഞാൻ ഇളനീർ ക്രിസ്റ്റൽ പുഡിംഗ് ഉണ്ടാക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഇമ്മ ഈ ഇളനീരൊക്കെ മുറിക്കുന്നത്. ഞാനെടുത്ത ഇളനീര് ഒരു അത്യാവശ്യം മൂത്തതായിരുന്നു. എനിക്ക് ഇതിലാറെ ഇളയത് കിട്ടുകയാണെങ്കിൽ എടുക്കുക, ഇതും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഇളനീർ ക്രിസ്റ്റൽ പുഡിങ്ങിനെ ഇളനീർ സൂഫ്ലേ എന്നും പറയും. അതിനായിട്ട് 10 ഗ്രാം ചൈന ഗ്രാസ് എടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് വെക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ തേങ്ങയല്ല, അതിൻ്റെ കാമ്പാണ്. നമ്മൾ സെപ്പറേറ്റ് ചെയ്തെടുക്കുമ്പോൾ അതിന്മേൽ ഒരു ചവർപ്പുള്ള ഒരു തൊലി ഉണ്ടാവും, അത് കളയുക കേട്ടോ. ഇനി ഇളനീരിലേക്ക് 3 സ്പൂൺ പഞ്ചസാരയും ഒരു 3 ഏലക്കയും കൂടി ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കുക. പിന്നെ ചൈന ഗ്രാസ് ഒന്ന് മെൽറ്റ് ചെയ്തിട്ടെടുക്കുക. ഇളനീർ നന്നായിട്ട് തിളപ്പിക്കാൻ പാടില്ല. ചൈന ഗ്രാസ് മെൽറ്റ് ചെയ്തതും ഇളനീരും കൂടി ഒന്ന് അരിച്ചെടുക്കുകയാണ്. ഈ ചൈന ഗ്രാസ് മെൽറ്റ് ചെയ്തത് എന്തിനാണ് അരിച്ചെടുക്കുന്നതെന്ന് വെച്ചാൽ എന്തെങ്കിലും മെൽറ്റ് ചെയ്യാത്തതോ എന്തെങ്കിലും ക്രിസ്റ്റൽസൊക്കെ ഉണ്ടെങ്കിൽ പൊയ്ക്കോട്ടെ എന്ന് വിചാരിച്ചതാണ്. പിന്നെ രണ്ടും കൂടി മിക്സ് ചെയ്യുക. ഇനി ഇത് ഫ്രീസറിൽ വെച്ച് ഒരു 15 മിനിറ്റ് തണുപ്പിച്ച് സെറ്റാക്കി എടുക്കുക. പിന്നെ കാമ്പ് ഞാൻ ക്ലീൻ ആക്കിയിട്ട് ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കണ്ടൻസ് മിൽക്കും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ ഒരു കണ്ടൻസ് മിൽക്കിൻ്റെ ബോട്ടിൽ തുറന്നപ്പോൾ എൻ്റെ കയ്യിൽ മുറിയായിട്ടോ, നല്ല വേദനയായിരുന്നു. പിന്നെ വേണ്ടത് ഫ്രഷ് ക്രീമാണ്. ഇത് അമൂലിൻ്റെ ഫ്രഷ് ക്രീമാണ്. മധുരം കുറവാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ 2 സ്പൂൺ പഞ്ചസാര ചേർക്കുക കേട്ടോ. പിന്നെ നല്ല കട്ടിയിലായിരിക്കും അടിച്ചെടുക്കുമ്പോൾ വരിക. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് കട്ടി കുറക്കാനായിട്ട് കുറച്ച് പാലും കൂടി ചേർത്തിട്ട് ഒന്ന് അടിച്ചെടുത്തു. നേരത്തെ സെറ്റാക്കാൻ വെച്ചത് ക്യൂബുകളായിട്ട് മുറിച്ചെടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച ആ ഒരു മിക്സിലേക്ക് ഇത് ചേർത്ത് കൊടുത്തിട്ട് അധികം മിക്സ് ചെയ്യരുത്, കാരണം ഇത് ഉടഞ്ഞു പോകും കേട്ടോ. ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇത് കഴിക്കുമ്പോൾ നന്നായിട്ട് തണുപ്പിച്ചിട്ട് കഴിക്കണം, എന്നാലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ബിരിയാണിക്ക് വേണ്ടിയിട്ട് അടുപ്പൊക്കെ കത്തിച്ച് ചെമ്പൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ബീഫൊക്കെ അത്യാവശ്യം റെഡി ആയിട്ടുണ്ട്. പിന്നെ ബിരിയാണിക്കുള്ള അരിയാണ് ഇപ്പോൾ കഴുകിക്കൊണ്ട് നിൽക്കുന്നത്. ഇന്നാണെന്നുണ്ടെങ്കിൽ ഒന്നും അങ്ങനെ നേരത്തെ കഴിഞ്ഞില്ല, എല്ലാം പെരുന്നാളത്തെയും പോലെ. ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ മകൾക്ക് സുഖമില്ലാത്തതുകൊണ്ടാണെന്ന്. പിന്നെ താത്താൻ്റെ ഫ്രണ്ട്സൊക്കെ വരുന്നുണ്ട്. ഇത് നമ്മൾ പെരുന്നാൾ കഴിഞ്ഞിട്ടുള്ള ഒരു ദിവസമാണ്. ബാക്കിയുള്ള വീഡിയോസൊന്നും എനിക്ക് അങ്ങനെ എടുക്കാൻ പറ്റിയിട്ടില്ല. ഞാനും കുറേ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒപ്പം കൂടി വീഡിയോ എടുക്കുക എന്ന് പറയുന്നത് നടക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് ഞാൻ കരുതി ഇനി ഇത് വളരെ ഷോർട്ടായിട്ടുള്ള വീഡിയോ ആണ്, അപ്പോൾ വേറൊരു ദിവസത്തെ കാര്യങ്ങളും കൂടി ഉൾപ്പെടുത്തിയിട്ട് ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാമെന്ന്. രാവിലെ തന്നെ നല്ല മഴയായിരുന്നു. അപ്പോൾ ഞാൻ കരുതി പുറത്തോടെയൊക്കെ പോയിട്ട് ചെടികളൊക്കെ ഒന്ന് വീഡിയോ എടുക്കാമെന്ന്. ഒരു കയ്യിൽ കുടയും ഒരു കയ്യിൽ ഫോണൊക്കെ ആയിട്ട് പോകുന്നത്. ഈ ഫോണൊക്കെ പൊട്ടുമെന്നുള്ള പേടിയുണ്ടായിരുന്നു, കാരണം നല്ല വഴുക്കലാണിപ്പോൾ. ഇത് എന്താ പറയുക, നമ്മളെ വെള്ളരിക്കല്ലേ അതിൻ്റെ പൂവാണ്. ഇത് കുമ്പളങ്ങയാണ്. അത് കയറിങ്ങനെ കെട്ടി കൊടുത്തിട്ട് അതിലൂടെ ഇങ്ങനെ പടർന്നു പോയിട്ടുണ്ട്. അതിൻ്റെ ഇടയിലൂടെ ഇപ്പോൾ പാഷൻ ഫ്രൂട്ട് ഉണ്ട്, അതിലൊക്കെ ഇപ്പോൾ പൂവിട്ട് തുടങ്ങിയിട്ടുണ്ട്. പെരുന്നാളിൻ്റെ അന്ന് മലേൻ്റെയൊക്കെ അവിടെ നല്ല കോടയായിരുന്നു. ഇന്ന് അത്രയ്ക്കൊന്നും ഇല്ല. പിന്നെ കോഴികളൊക്കെ നോക്കിയപ്പോൾ 2 എണ്ണം പൊരുന്തി കിടക്കുന്നുണ്ട്. പിന്നെ ഒന്ന് മുട്ടയിടാനായിട്ട് കിടക്കുന്നുണ്ട്. ഈ ഒരു സമയമായപ്പോൾ എനിക്ക് 4 മുട്ട കിട്ടി. ഇനിയും കോഴികളൊക്കെ മുട്ടയിടാനായിട്ടുണ്ട്. ഒന്നവിടെ കിടക്കുന്നുള്ളൂ. ഞാനെല്ലാം ട്രേയിലേക്ക് കൊണ്ടുവച്ചു. അപ്പോഴാണ് എനിക്കൊരു കാര്യം ഓർമ്മ വന്നത്, നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. ഇത് ഏതോ ഒരു കോഴി ഫസ്റ്റ് ഇട്ട മുട്ടയാണ്. അത് ചെറിയൊരു മുട്ടയാണ്, അല്ലാതെ അത് കാടമുട്ടയൊന്നും അല്ല കേട്ടോ. അതിൻ്റെ ഉള്ളിൽ മുട്ടയുടെ വെള്ളയും മഞ്ഞയൊക്കെ ഉണ്ട്. മഞ്ഞയൊക്കെ ഒരു ചെറിയൊരു പൊട്ട് കുത്തിയ പോലെയാണ്. അത് ഞങ്ങൾ കഴിക്കാനൊന്നും എടുക്കലില്ല കേട്ടോ, അത് വെറുതെ അവിടെ വെച്ചിട്ടുള്ളൂ.
നമുക്ക് പെരുന്നാൾക്ക് കിട്ടിയ ബീഫ് ഉമ്മ നന്നായിട്ട് കഴുകിയിട്ടുണ്ട്. കുറച്ച് കറിയും വെച്ചു. ബാക്കിയുള്ളത് ബീഫ് ചില്ലി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പുഴുങ്ങിയിട്ടുണ്ട്. പിന്നെ ഞാൻ പാത്രം കഴുകാനായിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഇവിടെ നിങ്ങൾക്ക് കുറച്ച് പാത്രമുള്ളൂ കാണുന്നെങ്കിലും അപ്പുറത്തൂടെയൊക്കെ ഇഷ്ടം പോലെ പാത്രമുണ്ട്. ഞാൻ എൻ്റെ പാത്രം കഴുകി കഴിഞ്ഞിട്ട് നേരെ പോയത് കോഴിൻ്റെ അടുത്തേക്കാണ്. അത് മുട്ടട്ടോ നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൽ 3 മുട്ട ഉണ്ട്. അത് ഓരോരുത്തരും ഇങ്ങനെ മുട്ടയിട്ട് പോകുന്നതാണ് കേട്ടോ. ചിലപ്പോൾ 3 കോഴികളൊക്കെ ഒപ്പരിക്കും, എന്നിട്ട് അങ്ങനെ മുട്ടയിടുന്നതാണ്. അല്ലെങ്കിൽ ആദ്യം ഒരു കോഴി കയറി അത് മുട്ടയിട്ട് കഴിഞ്ഞ് മറ്റേ കോഴി കയറിയപ്പോൾ അവസാനം ഇരിക്കുന്ന കോഴി കൂടിയും ഇറങ്ങിയാലുള്ളൂ നമുക്ക് മുട്ടെടുക്കാനായിട്ട് പറ്റുക. ഞാനിപ്പോൾ ബീഫ് ചില്ലിക്ക് ഇടാൻ വേണ്ടിയിട്ട് കറിവേപ്പില പറിക്കാനായിട്ട് വന്നതാണ്. നല്ല മഴയായിരുന്നു, കൊടിയും ചൂടിയാണ് വന്നിട്ടുള്ളത്. നല്ല മഴയായതുകൊണ്ട് എല്ലായിടത്തും ഭയങ്കര ചപ്പിളിയും നല്ല വഴുക്കലുമാണ്. ഇതാണ് നമ്മളെ ബീഫ് ചില്ലി. അതിങ്ങനെ മൊരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് സംഭവം. അപ്പോൾ ഞാൻ എല്ലാ കറിവേപ്പിലയൊക്കെ കൊടുന്ന് കൊടുത്തിട്ട് പിന്നെ ഞാൻ മുറ്റം അടിച്ചു വരാനായിട്ട് പോയി. പുറവശമാണ് കേട്ടോ അടിച്ചു വരാൻ പോയത്. നല്ല കാറ്റൊക്കെ ഉണ്ട്. ഈ സമയമായപ്പോൾ അതിന് മഴ ഒന്നും കൂടി കൂടിയിട്ടുണ്ട്. കോഴിക്കൂടിൻ്റെ അടിയൊക്കെ നന്നായിട്ട് വൃത്തിയാക്കി കേട്ടോ. പിന്നെ വേസ്റ്റൊക്കെ അടിച്ചുവാരി വേസ്റ്റൊക്കെ നമ്മൾ കൊണ്ടിട്ടു. പിന്നെ നമ്മൾ കോഴികൾ കഴിക്കുന്ന പാത്രങ്ങളും വെള്ളം കുടിക്കുന്നതൊക്കെ കഴുകി. അതിലൊന്നും ഇപ്പോൾ വെള്ളം കുടിക്കാറില്ല. അത് അവിടെ ഇങ്ങനെ മഴയത്ത് കിടന്നിട്ട് അങ്ങനെ ആയതുകൊണ്ട് ഞാനൊന്ന് കഴുകാമെന്ന് വിചാരിച്ചു. പിന്നെ വാഷ് ബേസിനൊക്കെ ഒന്ന് കഴുകി. ഇവിടെ ഉമ്മ വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്, കുടിക്കാനുള്ളതാണ്. പെരുന്നാൾക്ക് കിട്ടിയ ബീഫിൽ ഇഷ്ടം പോലെ നെയ്യ് ഉണ്ടായതുകൊണ്ട് ഉമ്മ ഇവിടെ ഉരുക്കിയിട്ട് കൊമ്പൻ നെയ്യ് ഉണ്ടാക്കുന്നുണ്ട്. അത് നമുക്ക് വാഷിംഗ് സോപ്പ്, അതായത് സാബൂനൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതിനാണ് അത് എടുത്ത് വെക്കുന്നത്. പിന്നെ ഞാൻ എൻ്റെ ടേബിൾ വന്നിട്ട് അവിടെ ക്ലീൻ ആക്കുകയാണ്. ബുക്കൊക്കെ ആകെ അലങ്കോലമായിട്ട് കിടക്കുമായിരുന്നു. അപ്പോൾ പേനയും പെൻസിലും ഒക്കെ പൗച്ചൊക്കെ ആക്കിയിട്ട് ബുക്കൊക്കെ റെഡിയാക്കി വെച്ചു. എല്ലാം ഇങ്ങനെ ക്ലീനായി കാണുമ്പോൾ തന്നെ ഒരു സുഖമാണ്. പിന്നെ മറ്റേ റൂമിൽ ചെന്ന് നോക്കുമ്പോൾ അതിലാറെ കഷ്ടമായിരുന്നു. ആകെ അയൺ ബോക്സും ബാഗും ലാപ്ടോപ്പൊക്കെ ആയിട്ട് പിന്നെ ആകെ വയറൊക്കെ ആയിരുന്നു. അതൊക്കെ ഈ ഒരു ടേബിൾ വൃത്തിയാക്കാനാണ് മറ്റേ ടേബിളിലാറെ നേരെടുത്തത്. മറ്റേതെന്ന് വെച്ചാൽ ബുക്കല്ലേ, അപ്പോൾ അതിൻ്റെ ഒരു കറക്റ്റ് പ്ലേസിലായിട്ട് വെച്ചാൽ മതി. ഇതാണെങ്കിൽ ആകെ വയറ് അങ്ങോട്ടും ഇങ്ങോട്ടും കുടുങ്ങിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ശരിയാക്കാനായിട്ട്. സ്കൂട്ടിൻ്റെ ചാവി കാണാനില്ലായിരുന്നു. ഇപ്പോൾ ഞാൻ ഈ ഒരു ടേബിൾ മൊത്തം അരിച്ച് പെറുക്കി ക്ലീൻ ചെയ്തപ്പോഴാണ് അത് കിട്ടിയത്. ഞാൻ ഈ ടേബിളും മറ്റേ ടേബിളും ക്ലീൻ ആക്കണം മാത്രമേ എടുത്തിട്ടുള്ളൂ. ബാക്കിയുള്ള ടേബിളൊക്കെ ക്ലീൻ ആക്കാൻ ഇഷ്ടം പോലെ നേരെ എടുത്തിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞപ്പോൾ ഞാനിവിടെ അടിച്ചു വാരി കേട്ടോ. ഉച്ചയ്ക്ക് കഴിക്കാനായിട്ട് ഉമ്മ ഇവിടെ നെയ്ച്ചോറും ബീഫ് ചില്ലിയും ബീഫ് വരട്ടിയതും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒപ്പം കറി ഉണ്ടായിരുന്നു. ഞാൻ ഭക്ഷണം കഴിക്കുന്നത് വീഡിയോ എടുക്കാനായിട്ട് മറന്നുപോയി കേട്ടോ. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ മധുരത്തിനായിട്ട് ഉമ്മ പായസം ഉണ്ടാക്കുന്നുണ്ട്. അരിപ്പായസമാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ശർക്കര ഉരുക്കുകയാണ് ഇവിടെ. പിന്നെ നമ്മൾ പായസം സംഭവം റെഡി ആയിട്ടുണ്ട്. ഇതാണ് പായസം. പിന്നെ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഒരു സാധനം എത്തിയിട്ടുണ്ട്. നമ്മൾ കുറച്ച് മുമ്പ് ഓർഡർ ചെയ്തതാണ്, ഇപ്പോഴാണ് എത്തുന്നത്. ഇത് ഷൂ റാക്കാണ് കേട്ടോ. ഇനി ഇത് ഫിറ്റ് ചെയ്യണം. അങ്ങനെ ഞാൻ ഫിറ്റ് ചെയ്ത് ചെരുപ്പൊക്കെ വെച്ചു. ഇതിൻ്റെ സംഭവം പറയുകയാണെന്നുണ്ടെങ്കിൽ അത്രയ്ക്കൊരു ബലമല്ല കേട്ടോ ഇതിന്. പിന്നെ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് എന്താ പറയുക, ഇത് ഒരു കണ്ടെയ്നറാണ്. നമുക്ക് ഇങ്ങനത്തെ മുളക് പൊടി അങ്ങനത്തെ ഒക്കെ ഇടാൻ പറ്റുന്നത്. ഇത് നല്ല സാധനമാണ് കേട്ടോ. ഇത് മൊത്തത്തിൽ 24 കണ്ടെയ്നേഴ്സ് ഉണ്ട്. വൈകുന്നേരം നമുക്ക് ചായക്ക് ഒരു കേക്കാണ്. അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ക്രീമൊക്കെ ഫില്ല് ചെയ്തിട്ടുണ്ട്. കേക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു എനിക്ക് കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ രാത്രിയായപ്പോൾ ഞാൻ ചന്ദനത്തിരി കത്തിക്കാനായിട്ട് നോക്കുമ്പോൾ അതിൽ ഗ്യാസ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഗ്യാസൊക്കെ നിറച്ചതിന് ശേഷം കത്തിച്ചു. ഭയങ്കര കൊതുകാണ് ഇപ്പോൾ മഴക്കാലമൊക്കെ ആയതുകൊണ്ട്. പിന്നെ താത്ത ഹൈദരാബാദിലേക്ക് പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കടലൊക്കെ വറുത്ത് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് കണ്ടെയ്നറിലാക്കി വെക്കുന്നുണ്ട്. പിന്നെ കൊണ്ടുപോകാനുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഞങ്ങൾ മേശമേക്ക് ഇങ്ങനെ അറേഞ്ച് ചെയ്തിട്ട് വെക്കുന്നുണ്ട്. ഓരോ സാധനം ഇങ്ങനെ അറേഞ്ച് ചെയ്തിട്ട് ഇങ്ങനെ വെക്കുകയാണ്. പിന്നെ കൊണ്ടാട്ട മുളക് പൊരിച്ചെടുക്കുന്നുണ്ട്. നമ്മളെ കയ്പയ്ക്ക് ഉണക്കിയതില്ല, അതൊക്കെ പൊരിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ ഓരോന്നും ഇങ്ങനെ ചെയ്യുകയാണ്. പിന്നെ അച്ചാറിടാനായിട്ടുള്ള മീനൊക്കെ ഇവിടെ മസാല കൂട്ടി വെച്ചിട്ടുണ്ട്. പിന്നെ മീനച്ചാർ നമ്മളത് റെഡിയായി. പിന്നെ ഇനിയിപ്പോൾ ഇത് വെളുത്തുള്ളി അച്ചാറാണ്. എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ വെളുത്തുള്ളി അച്ചാർ. അത് രണ്ടും കുപ്പിയിലാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇനിയിപ്പോൾ താത്താക്ക് കൊണ്ടുപോകാനായതുകൊണ്ട് ബാഗ് കൂടെയൊക്കെ ഒലിക്കാതെക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ടാപ്പ് വെച്ച് ചുറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ കുപ്പിയുടെ അടപ്പുമ്മ. പിന്നെ ഉണ്ണിയപ്പം ഇങ്ങനെ ചുടുന്നുണ്ടായിരുന്നു. ഇത് ആദ്യത്തെ ബാച്ചാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഉമ്മ കുറച്ച് ഡ്രസ്സൊക്കെ അടിക്കാനുണ്ടായിരുന്നു, അതൊക്കെ അടിക്കുന്നുണ്ട്. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ എല്ലാവരും ഫുഡ് കഴിച്ചു. രാവിലത്തെ അതേ സാധനങ്ങളൊക്കെ തന്നെയാണ്. രാവിലെ ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുകൊണ്ട് തന്നെ ഞാനിപ്പോൾ വീഡിയോ എടുക്കുകയാണ്.
ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്യുക. ഇനിയും മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.